ഇന്നത്തെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം സാധന ഐറ്റംസ് ഒക്കെ ഒന്ന് പറയടാ. നമുക്ക് ബീട്രൂട്ട് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനം എന്താണ്? ബീട്രൂട്ട് തന്നെയാണ്. അതായത് നമുക്കത് മിക്സിയിൽ അടിക്കാൻ കണക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അത് ഗ്രൈൻഡ് ചെയ്യുന്നത്. സോ അതിനാവശ്യമായിട്ടുള്ള ബീട്രൂട്ട്, പിന്നെ നല്ല ജീരകം. നല്ല ജീരകം എന്ന് പറയാൻ 2 ജീരകമുണ്ട്. പെരുംജീരകം, രണ്ടാമത് നല്ല ജീരകം. നമുക്ക് ചെറിയ ജീരകമാണ്. പിന്നെ തേങ്ങ, കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ചില്ലി, അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ സാധനം പച്ചടിക്ക് ഇച്ചിരി ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്താണ്? തൈര്. നല്ല കട്ട തൈര്. ഭയങ്കര പുളി പാടില്ല, ഒരു മീഡിയം ഇതിലുള്ള കട്ട തൈര്. കാരണം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, വളരെ ഈസിയാണ്. രണ്ടാമത് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കടുക്, പിന്നെ ഉപ്പ്, ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനം ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ എന്നുമുള്ള ഒരു കർമ്മമുണ്ട്. ആദ്യം എന്താണ്? അടുപ്പ് കത്തിക്കുക. ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ച് വെള്ളം ഒഴിച്ച് ബീട്രൂട്ട് അതിനകത്തിട്ട് കുറച്ച് പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഇനി ഇതിന് നമുക്കൊരു 4 വിസിലങ്ങ് അടുപ്പിക്കാം. നമ്മൾ ഈ വീട്ടമ്മമാരൊക്കെ ഈ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് അങ്ങ് ആട്ടി ഫ്രിഡ്ജിൽ വെക്കും. കാരണം ജോലി എളുപ്പമാവാൻ വേണ്ടി. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? ദീപന്റെ അവിടെ നടക്കത്തില്ല. അപ്പം ഞാൻ ഈ ഒരാഴ്ചത്തേക്കുള്ള ആട്ടി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ ഡെയിലി പിന്നെ ആവശ്യമുള്ളത് രാവിലെ എഴുന്നേറ്റ് കുറേശ്ശെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ ബീട്രൂട്ട് തോരനൊന്നും മക്കൾക്ക് അത്ര പോരാ, ഇഷ്ടമല്ല, വലിയ പാടാ. ഞാൻ പിന്നെ വഴക്കുറഞ്ഞ് കഴിപ്പിക്കും. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് ഒരു ദിവസം കണ്ടുപിടിച്ച പരിപാടിയാണ്. രാവിലെ ഈ മാവെടുത്ത് പുറത്ത് വെക്കുന്ന സമയത്ത് ആ മാവിന് ആവശ്യമുള്ള ബീട്രൂട്ട് എടുത്ത് ഞാൻ അരച്ചതി ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഇഞ്ചിയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ക്രഷ് ചെയ്ത മാവിലിട്ട് ഇളക്കി ദോശ ഇട്ടു. ഈ അമ്മമാരുടെ കുറച്ച് നുറുക്ക് പരിപാടികളുണ്ട്. അതായത് വീട്ടിൽ കുട്ടികൾ ചിലപ്പോൾ ക്യാരറ്റ് കഴിക്കത്തില്ല, ബീട്രൂട്ട് കഴിക്കത്തില്ല, പാവയ്ക്ക് കഴിക്കത്തില്ല. പക്ഷേ ഇത് ഏത് വിനയും എന്താ പറയുക, ആ ഒരു സ്നേഹവും വാത്സല്യം കൊണ്ട് ഇവർക്ക് ആ ഒരു ഹെൽത്ത് വൈസ് അത് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒന്നെങ്കിൽ ദോശയിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിനകത്ത് എങ്ങനെയെങ്കിലും ഇത് ചേർത്ത് അവരെ ഉള്ളിലേക്ക് എത്തിക്കും. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ? ആവി പോയി നമ്മൾ തുറക്കുക. ചേച്ചി ഇത് അടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും. എന്തോ നോക്കട്ടെ, എന്ത് കാണും? യെസ്, കറക്റ്റ് വന്നു. ഇനി ഇതിനെ നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ വെള്ളം നമ്മൾ കളയരുത്. നമ്മൾ അരപ്പരയ്ക്കുമ്പം അതിൽ ഇത്തിരി ഇത് ചേർത്തിട്ട് അരച്ചാൽ മതി, വേറെ വെള്ളം എടുക്കണ്ട. ബീട്രൂട്ട് കുറച്ച് ചൂടുണ്ടായിരുന്നു. നമുക്ക് ടൈം ലിമിറ്റ് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ എടുത്തത്. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലേ, ഒന്ന് തണുത്തിട്ട് എടുത്ത് ഗ്രൈൻഡ് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മൾ ഇതാണ്ട് പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടല്ലേ നമ്മൾ ബീട്രൂട്ട് അതിലേക്ക് ബീട്രൂട്ട് പേസ്റ്റ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ബീട്രൂട്ട് വേവിച്ച വെള്ളം നമ്മൾ ഒട്ടും കളയില്ല. ഈ വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട് അല്ലേ? ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. പിന്നെ സയന്റിഫിക്കലി പറയാൻ എനിക്ക് വലിയ അറിവില്ല. സ്കിന്നിനൊക്കെ നല്ലതാണ്, പിന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്, പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, എന്തൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബീട്രൂട്ട്. വേറൊരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ ABC ആപ്പിൾ ബീട്രൂട്ട്. ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അതാണ് ഈ സൗന്ദര്യം. അത് വല്ലപ്പോഴും ഈ പറഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അല്ല, ഇതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ഒക്കെ കൂടുതൽ സൗന്ദര്യം ബാലൻസ് ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. സോ നമ്മൾ ചേച്ചി അത് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കൂട്ടൊന്ന് റെഡിയാക്കാം. പച്ചമുളക്, കുറച്ച് ജീരകം. സോ ജീരകം, പച്ചമുളക്, തേങ്ങ, ഇതിനെ ഒന്ന് ഒരു കൂട്ട് തയ്യാറാക്കാം. സോ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ജീരകം, ആ ഒരു കൂട്ട് കണ്ടോ, അതിന്റെ നിറം മാറിയതുണ്ടോ? എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. വേണ്ടേ, നമ്മുടെ ആ പച്ചടി കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. കണ്ട, ആ കുമ്പളയൊക്കെ വരുന്ന ഇങ്ങനെ ബടബടബടബടാന്നായി ഒന്ന് ഡ്രൈ ആയി. അങ്ങനെ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി. ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തായാലും ചേർക്കുന്നത് തൈര് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാവൂ എപ്പോഴും. തൈര് ഇട്ടതിന് ശേഷം തിളപ്പിക്കരുത്. ഇട്ടുക, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അത് മിക്സ് ചെയ്യാം.
നീ എന്താ ചവയ്ക്കുന്നേ? നീ കടുവറക്കുള്ള കരിച്ചി ഇതെന്താ പുതിയ ഐറ്റം ഇത് ഉണ്ടാക്കി? നമ്മൾ സർപ്രൈസ് റോഡിൽ അവിടെ പോയപ്പോഴേ രാമേന്ദ്രനിൽ പോയപ്പോൾ കിട്ടിയ സാധനം ഞാൻ എടുത്ത സാധനം എന്നെ അവിടെ വെച്ച് കടുവറക്കുള്ള പണിയേടാ. എന്റെ കുറ്റം പറഞ്ഞു ആവുമ്പോ പിന്നെ കുറ്റം പറഞ്ഞാലും കഴിച്ചു. കടുവറക്കാം, കടുവറക്കാം. ഓക്കെ, ഡ്രൈ ഫ്രൂട്ട് അലുവയാണ്. കൊള്ളാടാ, എല്ലാവർക്കും കൊടുക്കണേ. എല്ലാവർക്കും കൊടുക്കാം. സോ ചേച്ചി ദേ തൈര് ചേർത്തിട്ട് ബീട്രൂട്ട് കിച്ചടിയുടെ പരുവത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഇളക്കുന്ന സമയത്ത് ഞാൻ ദേ ഒന്ന് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, എണ്ണ ചൂട്, കടുക് തളിക്കാനുള്ള കടുക്. പെട്ടെന്ന് കരിയാൻ പാടില്ല, കരിഞ്ഞതിന്റെ ടേസ്റ്റ് പോകും. ഓക്കെ, കടുകൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ല. തട്ടിക്കോ. അങ്ങനെ ഞങ്ങളുടെ കിച്ചടി, ഞങ്ങളുടെ ഓണസദ്യക്കുള്ള ഞങ്ങളുടെ കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ടേസ്റ്റ് നോക്കി, നന്നായിട്ടുണ്ട്. ഇനി ഇത് മത്സരമല്ലേ, വെയിറ്റ് ആൻഡ് സീ. ഇനി നമ്മൾ ഇതൊന്ന് പ്രസന്റ് ചെയ്യാനുള്ള ഡെക്കറേഷൻ പരിപാടിയിലേക്ക് ചെയ്യാൻ പോവാണ്. ദീപനെ ഞാൻ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. മറ്റേ കിച്ചടി തയ്യാറാക്കി നിർത്തിക്കുമ്പോൾ എന്നെയും തയ്യാറാക്കി നിർത്തിക്കണം. കാരണം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ദീപനാണ് മിടുക്കൻ. ഞാൻ അത് എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ അത് കീഴടങ്ങി. ഓക്കെ, എനിക്കത് അറിയത്തില്ല. ദീപനാണ് അതിന് മിടുക്കൻ, അവനത് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഈ ഓണത്തിൻ്റെ ഞങ്ങളുടെ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിരിക്കുന്നു. ഓണത്തിന്റെ സർപ്രൈസ് റൗണ്ടിൽ ഞങ്ങൾക്ക് കിട്ടിയത് ബീട്രൂട്ട് കിച്ചടിയാണ്. അതേ മനോഹരമായിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി നമ്മുടെ ഓണസദ്യയിൽ ഒരുക്കുന്ന പോലെ വാഴയിലയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ സ്വന്തമായി പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ്, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാണ് കുക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക്. പർച്ചേസ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര ഹറിബറി ആയിട്ട് നമ്മൾ ഓടിപ്പോയി ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് എടുത്ത് ഇങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടില്ല അല്ലേ? ഇത്രയും വെപ്രാളപ്പെട്ട് ഷോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ആ ഒരു വെപ്രാളത്തോടു കൂടി ഉണ്ടാക്കിയെങ്കിലും ഡിഷ് പൊളിയാണ്. അപ്പോൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.